എൻ്റെ അച്ഛൻ്റെ പേര് പരവൂർ എൻ കൊച്ചുഗോവിന്ദനാശാൻ എന്നാണ്. അദ്ദേഹം സംഗീത വിദ്വാനായിരുന്നു. പക്ഷേ തൊഴിൽ മൃദംഗ വായനയായിരുന്നു. എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ കൂടുതൽ ശിഷ്യഗണങ്ങൾ സംഗീതത്തിലായിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ 2 പെൺകുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ചു. അവരുടെ പേര് ഭവാനി, ഭാഗീരഥി. 2 ഭായുടെ ഇടയിൽ ഒരു ദേവരാജനും കൂടെ കയറി. അമ്മ വന്നിട്ട് പറഞ്ഞു, എന്നാൽ അവനും കൂടെ അതിൻ്റെ ഇടയിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സംഗീതം പഠിച്ചത്. അവർ എവിടെയാണെന്നുള്ളത് ഒരു കുട്ടി അന്നേ മരിച്ചു, ഭാഗീരഥി. ഭവാനി ഇപ്പോഴും ഉണ്ട്, ഭവാനി ഇട്ടി എന്നാണ് അവരുടെ പേര്. അവരിപ്പോഴും ഉണ്ട്. രാജൻ അപ്പുറം നടുക്കിരുന്നും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുന്നാണ് സംഗീതം പഠിക്കുന്നത്. എൻ്റെ അമ്മാവന് അയാളെ അച്ഛനെയും സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് സംഗീതക്കാരാണ്. ദേവരാജൻ്റെ അമ്മയ്ക്ക് സംഗീതത്തിന് നല്ല ഒരു ഇതുണ്ട്. അതാണല്ലോ ഈ മക്കൾ ഇങ്ങനെ ആയത്. രാജൻ്റെ കൊച്ചിലെ ഈ തള്ള പറയും, കുട്ടുവം വച്ചിട്ടുണ്ട് പെരയ്ക്കകത്ത്. ആ കുട്ടുവത്തിൻ്റെ കാതിലിട്ട് തട്ടിയാണ് ദേവരാജൻ മാസ്റ്റർ ഈ നാദം കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സംഗീതത്തിൻ്റെ ഇത് വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞറിയാം. അവരും അതുപോലെ തന്നെ വെളുപ്പാങ്കാലത്ത് എണീച്ച് നാമങ്ങൾ, രാത്രി ഭജനങ്ങൾ, നാമവും എന്നും ഉണ്ട്. അപ്പോഴും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ പോയിരുന്നത് കേൾക്കും. അപ്പോഴും കണി കാണുന്ന നേരം വെളുപ്പാങ്കാലത്ത് കണി കാണുന്നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തൂല് ചാർത്തി. എൻ്റെ അമ്മ ദിവസവും രാവിലെയും വൈകുന്നേരവും അവർക്ക് ചില ഗാനങ്ങൾ പാടുമായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ചില ഗാനങ്ങൾ. ഈ ഗാനം ഈ അമ്മ പാടിക്കേട്ട്, എൻ്റെ അമ്മ പാടിക്കേട്ട ഈടത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. തേർഡ് പാർട്ടി ഒന്നിച്ച് പഠിക്കുമ്പോൾ അപ്പോൾ മാസ്റ്റർ ഇങ്ങോട്ട് വീട്ടിലൊക്കെ വരും, ഞങ്ങൾ ഒന്നിച്ച് കളിക്കും. പിന്നെ ഇതൊക്കെ ഉണ്ട്. എനിക്ക് ഈ ഒറ്റത്തടി കൊണ്ടുള്ള ഒരു വള്ളമുണ്ട്. ഒറ്റത്തടി, അതായത് ഈ പിന്നെ നീണ്ടകരയും അവിടെ ഇവിടെയൊക്കെ ഈ മീൻ പിടിക്കാൻ പോകുന്ന ഒറ്റത്തടി കൊണ്ടുള്ള ചെറിയ വള്ളമുണ്ടല്ലോ, ഈ ചെറിയ തുഴ കൊണ്ട് ഇങ്ങനെ തുഴയുന്നത്. അപ്പം ഈ വെള്ളം ഇവിടെ മഴക്കാലത്ത് കയറി അങ്ങ് പൊങ്ങും. പൊഴി പൊങ്ങിയാൽ അതിൽ കളിക്കാനായിട്ട് എൻ്റെ ഒരു മൂത്ത അമ്മാവൻ എനിക്കൊരു വള്ളം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനൊരു തണ്ടുമുണ്ട്. 2 പേർക്കേ ഇരിക്കാൻ നോക്കൂ, അല്ല അതിൽ കൂടുതൽ ആൾക്ക് ഇരിക്കാൻ നോക്കില്ല. എന്നെ നീന്ത അമ്മാവൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മാസ്റ്റർക്ക് നീന്തറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തെ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കുക. അപ്പോൾ പറഞ്ഞു, ഡേയ് എനിക്ക് വെള്ളത്തിൽ കയറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡേയ് കയറ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ചെറുപ്പത്തിൽ അത്രയും വലിയ ഇതില്ലല്ലോ, ബുദ്ധി. കയറെന്ന് പറഞ്ഞു. അയാൾ കയറി, ഞാൻ തുഴഞ്ഞ് ഇത്തിരി ദൂരം അങ്ങ് പോയപ്പം ഒരു വലിയ കയം വെള്ളത്തിൽ ചെന്നപ്പോഴത്തെ ഈ വെള്ളം അങ്ങ് മറിഞ്ഞു. വെള്ളം അങ്ങ് മറിഞ്ഞ് ഇയാളങ്ങ് അടിയിലോട്ട് പോയി. അപ്പോൾ 4 കരയിൽ നിൽക്കുന്നവർ കൂവി വിളിച്ചിട്ട് പറഞ്ഞു, നീ ചാടല്ലേ 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 എന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ല. ഞാനെടുത്തങ്ങ് ചാടി ഈ കയത്തിൽ അങ്ങ് അടിയിൽ പോയി മുക്കി ഇയാളഞ്ഞ് പൊക്കി കൊണ്ടുവന്നു വള്ളത്തിൽ വീണ്ടും കയറ്റി ഇനി കരയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചാടിയില്ലേ മാഷ് അന്ന് പോയി. അന്ന് തീരും. അത് ഇപ്പം തെക്കുംഭാഗത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡേയ് പണ്ട് വള്ളം മുങ്ങിയത് ഓർമ്മയുണ്ടാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട് മാഷേ. കാറ്റിൻ്റെ കൈകളിലെ കളിച്ചിരി മാറാത്ത കന്നിയോളമേ കാണാ
പൊന്നോ. നിന്നെ വിളിച്ചു നിന്റെ കരൾക്കു കണ്ണുമിഴിച്ചു, നിന്നോമൽ തൊക്കിൾ മൂടുമീറൻ പൂന്തുകിലുമായി നീന്തി നീ വന്നത് കണ്ടു, ഞാൻ കണ്ടു കൊതിച്ചു. കൈനീട്ടം തന്നാട്ടെ, കൈനീട്ടം തന്നാട്ടെ കറുത്ത പെണ്ണേ, കിളുന്നു പെണ്ണേ, പെണ്ണേ പെണ്ണേ പെണ്ണേ. ദേവരായനുമായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് 1942 വിദ്യാഭ്യാസത്തിൻ്റെ കാലത്താണ്. അതായത് 4ാം ക്ലാസ് കഴിഞ്ഞ് അന്ന് പ്രിപ്പയറട്ടറി എന്ന് പറഞ്ഞൊരു ക്ലാസ്സുണ്ട്. ആ ക്ലാസ്സിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ദേവരായനും ആ ക്ലാസ്സിലുണ്ട്. അന്നു മുതലുള്ള പരിചയമാണ്. സംഗീതജ്ഞൻ എന്നുള്ള നിലയിൽ ദേവരായൻ ആദ്യം റേഡിയോ സ്റ്റേഷനിൽ പ്രോഗ്രാം കിട്ടിയപ്പോൾ, അന്ന് റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ കെട്ടിടം തിരുവനന്തപുരത്ത് ഒരു ഓടിട്ട ഒരു ചെറിയ കെട്ടിടത്തിലായിരുന്നു. അതിൻ്റെ മുൻവശത്ത് വലിയ മൈതാനവും. ഞങ്ങൾ ശ്രീ എം കെ രാഘവൻ പിള്ള എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു ടീച്ചർ, ഒരു സ്നേഹിതനുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യത്തെ പാട്ട് റേഡിയോ പരിപാടി കേൾക്കാനായിട്ട് ഞങ്ങൾ അവിടെ പോയി മൈതാനത്തിരുന്നു. ദേവരായൻ പാടിയത് കേട്ടു, തിരിച്ചു പോന്നു.